to Xylem Learning. It's me, your JD. Definitely Jamshad sir ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് കോൺവെർസേഷൻ എങ്ങനെ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ എന്നുള്ളത്. അത് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് കോൺവെർസേഷന്റെ ചോദ്യം വരിക എന്നുള്ളത് കണ്ടോളൂ. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ആക്ടിവിറ്റി സെക്കൻഡ് ആയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ പിങ്കാലാസ് ഫാദർ റീച്ച് ദ പാലസ് ആൻഡ് മെറ്റ് കിങ് വിദ്യാധാര. നമ്മുടെ പിങ്കാലയില്ലേ ആ ഒരു വിത്തൊക്കെ നട്ടിട്ടുള്ള എന്നിട്ട് ചെടിയൊന്നും മുളയ്ക്കാതായി പോയി. അവനെ അവസാനം രാജാവ് എന്താക്കി, രാജാവ് അവന്റെ പ്രിൻസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ, ഭാവിയിലുള്ള രാജാവാക്കം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ അച്ഛൻ ആ ഒരു ഫാമറല്ലേ, അദ്ദേഹത്തിന്റെ അച്ഛൻ എവിടെ എത്തി? നമ്മുടെ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. എന്നിട്ട് നമ്മുടെ രാജാവായിട്ടുള്ള വിദ്യാധാരയെ കണ്ടു. എന്നിട്ടോ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പിങ്കാലസ് ഫാദർ ആൻഡ് കിങ് വിദ്യാധാര. അവര് തമ്മിലുള്ള നമ്മുടെ ആ ഒരു ചെക്കന്റെ പിങ്കാലയുടെ ആ ഒരു ഫാദറിന്റെയും ആ ഒരു കിങ്ങിന്റെയും തമ്മിലുള്ള ആ ഒരു കൺവെർസേഷൻ ആണ് നമുക്ക് ഇതാ തന്നിട്ടുള്ളത്. എങ്ങനെ ഇരിക്കും? ഇവിടെ കുറച്ച് ഹിന്റ്സ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫാദർ ഗുഡ് മോർണിംഗ് യുവർ മെജസ്റ്റി. ബാക്കി എന്താ തന്നിട്ടില്ല. പിന്നെ ഫാദർ എന്താ പറയുന്നത് തന്നിട്ടില്ല. പക്ഷെ ഇവിടെ കിങ്ങിന്റെ ആ ഒരു ആൻസർ തന്നിട്ടുണ്ട്. ഐ കോൾ യു ടു ടെൽ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇതെങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാ കണ്ടോളൂ, ഹൗ ടു റൈറ്റ് എ കോൺവെർസേഷൻ. ഇനി നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു സെയിം എക്സാമ്പിൾ ആയിരിക്കില്ല തരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ തന്നാലും എങ്ങനെ ഈ ഒരു കൺവെർസേഷൻ നിങ്ങൾക്ക് എഴുതാം, അതെങ്ങനെ സെറ്റ് ആക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ. കണ്ടോളൂ, തിങ്സ് ടു കീപ് ഇൻ മൈൻഡ് വൈൽ റൈറ്റിംഗ് കൺവെർസേഷൻ. നമ്മൾ കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് എന്താക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് നമുക്ക് എന്താ ഗ്രീറ്റിംഗ് വെച്ച് തുടങ്ങാം. ഓക്കെ, യു കുഡ് ബിഗിൻ വിത്ത് ഗ്രീറ്റിംഗ് ഡിപെൻഡ് ഓൺ ദി സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഗ്രീറ്റിംഗ് തുടങ്ങാം. ഓക്കെ, നമ്മൾ മോർണിംഗിലാണ് കണ്ടത്, ഗുഡ് മോർണിംഗ് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ് പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ ഓൾറെഡി ഗുഡ് മോർണിംഗ് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഡെഫിനറ്റ്ലി ഇവിടെ ആ ഒരു ഗുഡ് മോർണിംഗ് തന്നെ വെച്ചിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ആ ഒരു എന്ത് വേണം? ഓക്കെ, ഫസ്റ്റ് ആ ഒരു ഗുഡ് മോർണിംഗ് എന്നുള്ള ആ ഒരു സംഭവം വേണം. ഓക്കെ, എന്നിട്ടോ പിന്നീട് എങ്ങനെ ചെയ്യാൻ പറ്റും കണ്ടോളൂ. അവോയ്ഡ് റൈറ്റിംഗ് ലോങ്ങർ സെന്റൻസ്. വലിയ സെന്റൻസ് ഒന്നും ഒരിക്കലും കോൺവെർസേഷനിൽ ചോദിക്കാറില്ല, അല്ലെങ്കിൽ എഴുതാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോൺവെർസേഷൻ ആണ്, അല്ലാതെ എസ്സേ സ്പീച്ചോ ഒന്നും അല്ലല്ലോ, നമ്മൾ പ്രസംഗിക്കൊന്നും അല്ലല്ലോ. ജസ്റ്റ് എന്താക്കാണ്, ഇതൊരു കോൺവെർസേഷൻ ആണെന്ന്. കൂടുതൽ വലിയ സെന്റൻസ് പാടില്ല, ചെറിയ സെന്റൻസുകൾ മാത്രം മതി. ആ ഒരു കോൺവെർസേഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഏത് ഷെയറിംഗ് കിട്ടും. സ്റ്റിക്ക് ടു മാക്സിമം 6 എക്സ്ചേഞ്ചസ്. പൊതുവേ 6 എക്സ്ചേഞ്ചസ് ആണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇതൊരു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആയതുകൊണ്ട് അവിടെ ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് മാത്രം എന്താക്കിയാൽ മതി, ആ ഒരു ഫില്ല് ചെയ്ത് ഇട്ടാൽ മതി. ഓക്കെ, സെറ്റ് ആണല്ലോ. കണ്ടോളൂ, ഇവിടെയാണ് നമ്മുടെ ആ ഒരു ആക്ച്വൽ ക്വസ്റ്റ്യൻ വന്നുള്ളത്. നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ചോദിച്ചു ഗുഡ് മോർണിംഗ് യുവർ മെജസ്റ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കിങ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്തായതെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്താക്കും, ഈ ഒരു സെന്റൻസ് ഐ കോൾഡ് യു ടു ടെൽ എ ഹാപ്പി ന്യൂസ്. ഞാൻ നിന്നെ വിളിച്ചത് ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ്. അപ്പൊ എന്തായിരിക്കും ചോദ്യം? എന്തിനാ രാജാവ് എന്നെ വിളിച്ചേ എന്നായിരിക്കില്ല ക്വസ്റ്റ്യൻ. Why did you call me king? ഓക്കെ, അങ്ങനെ ചോദിക്കാം. അതുകൊണ്ട് ഐ കോൾഡ് യു ടു ടെൽ എ ന്യൂസ്. ഞാൻ നിനക്കൊരു ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ്, നിന്നോടൊരു ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു സംഭവം ഫാദർ ചോദിച്ചിട്ടുണ്ട്. ആ ഫാദർ ചോദിച്ചത് അവിടെ കൊടുത്തില്ല. അപ്പൊ അതിന്റെ ആൻസർ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനുശേഷം ഐ ഹാവ് ഡിസൈഡഡ് ടു മേക്ക് യുവർ സൺ ദ ക്രൗൺ പ്രിൻസ്. ഞാൻ നിന്റെ ആ ഒരു മകനെ, പിങ്കാലയെ പ്രിൻസ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് രാജാവ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിന്റെ റിപ്ലൈ കൊടുത്തിട്ടാവുക? ഞാൻ നിനക്കൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പിങ്കാലയുടെ ഫാദർ പറയും വാവ് ദാറ്റ്സ് ഗ്രേറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, വാവ് വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കാൻ പറ്റും. വാവ്. ഓക്കെ, വാവ് കൊടുക്കുക, എന്നിട്ട് കൊടുക്കുക എന്ത്, വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കുക. വാട്ട് ഈസ് ദാറ്റ് യുവർ മജസ്റ്റി. ഓക്കെ, രാജാവിന് ഭയങ്കര ബഹുമാനത്തോടു കൂടി വരുന്നതാണ് മെജസ്റ്റി. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് യുവർ മജസ്റ്റി, എന്താണ് അങ്ങുന്ന ആ ന്യൂസ് ചോദിക്കുകയാണ്. അപ്പോൾ രാജാവ് പറയാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു മേക്ക് യുവർ സൺ ദ ക്രൗൺ പ്രിൻസ്. നിന്റെ മകനെ ഞാൻ ആ ഒരു പ്രിൻസ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്, ഭാവിയിൽ രാജാവാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫാദറിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? തന്റെ മകനെ ഭാവിയിലുള്ള രാജാവ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാജകുമാരനാക്കാൻ വിചാരിച്ചാൽ ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമായിരിക്കും. വണ്ടർ അടിച്ചിട്ടുണ്ടാവില്ലേ? എന്തായിരിക്കും ആ ഒരു ഫാദറിന്റെ റിപ്ലൈ ഉണ്ടാവുക? വണ്ടർഫുൾ, യെസ്, വണ്ടർഫുൾ. ഐ ആം റിയലി happy
to hear that. I'm really happy to hear that ന്യൂസ്. ഇങ്ങനെ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ എന്നുള്ളത് ജസ്റ്റ് ഗസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് എന്താക്കേണ്ടത്, ഒരു കൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ഏകദേശം ഇതേ സിറ്റുവേഷനിലുള്ള പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫോമാറ്റ് ക്ലിയർ ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ എന്താക്കണം, ആൻസർ ചെയ്യണം. മറന്നു പോയത്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും ഇതുപോലെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഡെഫിനറ്റ്ലി ആ ഒരു ഫ്രണ്ട്സ് ചിലപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അവർക്ക് മാർക്ക് കിട്ടണം, അവർക്കും പാസ്സാവണം, അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഉള്ള അഭിപ്രായം, ഈ ഒരു വീഡിയോ പറ്റിയുള്ള ഈ ഒരു ആക്ടിവിറ്റി ഉള്ള അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.